ഹായ് ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഇന്നും വന്നാക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. കാരണം എനിക്ക് ഇത് പറയാൻ പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ പറയാൻ പറ്റും. വേറെ ആർക്കും ഇത് പറയാൻ അറിയത്തില്ല. കാരണം അനുഭവമുള്ളവർക്കല്ലേ വേറൊരാൾക്ക് വരുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് പറയാൻ പറ്റും. ഇപ്പം എനിക്കേ പറയാൻ പറ്റും. ഇത് വേറെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് മെസ്സേജുകൾ ഞാൻ ഇവിടെ ഇട്ടാക്കാം. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഈ ബിന്നിയെക്കുറിച്ചുള്ള കുറേ മെസ്സേജുകൾ ബിഗ് ബോസിലെ. അപ്പം എന്താ വെച്ചാൽ കൊഞ്ഞ സംസാരമുണ്ട്, നീ കൊഞ്ഞ സംസാരം നിർത്ത്, നിനക്ക് ഇത്ര കൊഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെയൊക്കെ FBയിലായിക്കോട്ടെ, അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എല്ലാത്തിനും എടുത്ത് നോക്കാത്തില്ല ഈ കൊഞ്ഞ സംസാരം. അവർക്ക് എന്ത് കൊഞ്ഞു വയ്ക്കുന്നത്, കൊച്ചാണോ, ഇത് കൊഞ്ഞ ഡോക്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംസാരം. ഇത് പറയുന്നിടത്ത് എനിക്കൊരു കാര്യം പറയട്ടെ, ഇത് കൊഞ്ഞയല്ല. ഇത് അറിയാതെ ആരും സംസാരിക്കരുത്. കൊഞ്ഞയല്ല. അതായത് ഈ നാക്ക് എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയാൻ ഞാൻ മെയിനായിട്ട് വന്നത്. ഞാൻ അല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ വന്നതോ ഒന്നുമല്ല. അപ്പോൾ ആരെങ്കിലും പറയും PR വർക്കാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, അത് വേറൊരു സത്യമാണ്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നേയില്ല. കാരണം എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം അനുഭവിച്ച ഞാനാണല്ലോ. എനിക്ക് ആ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയത്. എനിക്ക് വരുമ്പോൾ കണ്ടല്ലോ വേറൊരു പെൺകുട്ടിക്ക് വരുമ്പോൾ. അതായത് ഈ കൊഞ്ഞ എന്ന അതല്ല. അതായത് നമ്മളെ ഈ നാക്കിലും കെട്ടി വരും. നമ്മൾക്ക് എനിക്ക് ആ കുട്ടി കൊണ്ടൊന്നും അറിയത്തില്ല, എനിക്ക് തുമ്പില്ല നാക്കിൽ. അറിയാൻ പറ്റില്ല. ഇപ്പം നാക്ക് നീട്ടാൻ പറയുമ്പോഴത്തേക്കും തുമ്പില്ല. അപ്പം ഈ നാക്കിൻ്റെ ഇവിടെ ഒരു തുമ്പും ആ അടിപ്പാവും കൂടി ഇങ്ങനെ കെട്ടിയിരിക്കും. അപ്പോൾ അതൊരു സർജറി ചെയ്താലേ അത് മാറത്തോളും. മാറ്റുന്നവർക്ക് മാറ്റാത്തവർക്ക് കുഴപ്പമില്ല. നമുക്കിപ്പം നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന പോലെ നോർമലി നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാം. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ആവത്തില്ല. ഡോക്ടർ ബിന്നിക്കും ആ സെയിം ഇതാണ്. അത് ടങ് ടിക്ക് പോലത്തെ ഒരു സംഭവം. അത് ഇങ്ങനെ ഒരു കെട്ട് പോലത്തെ വന്നിട്ടുണ്ട് നാക്കിൻ്റെ അടിയിൽ. അത് ആ കുട്ടി സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരം ക്ലിയർ ആവാത്തയും ചില വാക്കുകൾ പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആയി പോകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് കൊച്ചിലേ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്ന ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. ഇവിടെ എല്ലാവരും പറയുന്ന ആരും എനിക്ക് കൊത്തലേ എന്നൊക്കെ പറയും. അതിന് ഞാൻ സംസാരിക്കുന്ന ഒട്ടും ക്ലിയർ അല്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു സംഭവമായിരുന്നു. അത് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന ഒന്നും ക്ലിയർ ആവത്തില്ല. ഇപ്പം അത്യാവശ്യം പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ പറയുന്നു. അപ്പം എൻ്റെ ചേച്ചിയാണിത് ആരെങ്കിലും ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്നത്. അവൾ എന്താണ് പറഞ്ഞതെന്ന്, ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് എൻ്റെ ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന്. അപ്പം അത് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൻ്റെ ഒരു ട്രാജഡി എന്തുവാണെന്നും ആൾക്കാർ കളിയാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം എന്തുവാണെന്നും ചില വാക്കുകൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്കത് പറയുമ്പം നാക്കുടക്കും. അപ്പം നമുക്ക് ഒന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒക്കെ ക്ലിയർ ആവത്തില്ല. അപ്പോൾ ആ എതിരെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അതിതീവ്രമായൊരു സംഭവമാണ്. കാരണം നമുക്കുള്ളൊരു വൈകല്യത്തെക്കുറിച്ച് ഒരാൾ നമ്മളെ കളിയാക്കിയാണ് പറയുന്നത്. അത് പറയുന്നത് നമുക്ക് ഒത്തിരി വിഷമം തോന്നാറില്ല. ഇപ്പം നിങ്ങൾ ഈ ബിഗ് ബോസിലെ ഡോക്ടർ ബിന്നിയെക്കുറിച്ച് അത് ഒരുപാട് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിൻ്റെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാനൊന്നും ഇതിനെതിരെ പ്രതികരിക്കാമെന്ന് വിചാരിച്ചു. അതൊരിക്കലും കൊഞ്ഞയല്ല. മനസ്സിലാക്കാതെ ആരെയും പറയാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം അത് ഇങ്ങനെ ഉള്ളവർക്ക് ഇതറിയാം, കറക്റ്റ് എന്തിനാണ് ഏതാണെന്നുള്ളത്. ഇങ്ങനെ ഉള്ളവർക്ക് നല്ലോണം അറിയാം. ഇതില്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല. അവർ വിചാരിച്ചാൽ കൊഞ്ഞ സംസാരമാണ്, കൊഞ്ഞ ഡോക്ടറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കിത് ഉള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രതികരിച്ചത്. എനിക്കും നാട്ടിൻ്റെ അകത്ത് കെട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഞാൻ സർജറി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഇപ്പം പിന്നെ ഞാൻ വേണ്ട, എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് അത് ഇരിക്കട്ടെ എന്നും കഴിഞ്ഞ് ഞാൻ വേണ്ട എന്ന് വെച്ചു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഓക്കെ, നമുക്കത് അതേപോലെ ചില വാക്കുകൾ നമുക്ക് പറയുമ്പോൾ അത് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് ദൈവത്തോടത്ത് പറയാം, നിങ്ങളെ അറിഞ്ഞുകൂടാതെ ദൈവത്തോടത്ത് ഇനി കമൻസ് ചെയ്യുന്നില്ല. അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വിഷമം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഒരാൾക്കുണ്ടാകുന്ന അങ്ങനത്തെയുള്ള വൈകല്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കുറവിനെയൊക്കെ കുറിച്ച് കളിയാക്കുന്നത്? കൊഞ്ഞ സംസാരമാണോ, അവളെന്താ കൊഞ്ഞ കളിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അത്. അപ്പോൾ എനിക്ക് അറിയാതെ എന്തോ ആ സംഭവം. അതുകൊണ്ടാണ് ഞാനിതിനെ പ്രതികരിച്ചത്. അങ്ങനെ ഇനി ഒരിക്കലും ആരും പറയരുത്. ഇതൊരു നമുക്കൊക്കെ നാക്കിൻ്റെ അടിയിൽ ജനിക്കുമ്പോഴേ വരുന്ന കെട്ടുപോലെ വരുന്നൊരു സംഭവമാണ്. അത് സർജറി ചെയ്ത് മാറ്റുന്നവർക്ക് മാറ്റാം, അല്ലാത്തവർക്ക് അല്ലാതെ തന്നെ കൊണ്ടുപോകും. ഞാൻ മാറ്റിയിട്ടില്ല, ആ കുട്ടി മാറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുട്ടി ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് ഇതിൽ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, മാറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ നമ്മളത് കൊണ്ടുപോവുകയാണ്. അപ്പം ദൈവത്തോർത്ത് ഇനി ആരെയും അങ്ങനെ പറയാതിരിക്കാം.
അത് ഭയങ്കര വിഷമം തോന്നില്ല. അതാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമം വന്നിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറേ പേര് എന്നെ വിളിച്ചാണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ ദൈവത്തോട്ട് വിളിച്ച് പറയല്ല, നിങ്ങൾ കമൻസ് ആയിട്ട് യൂട്യൂബിലായാലും FBയിലായാലും കമൻസ് താഴെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ എല്ലാവരും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്താൽ